ഏർണസ്റ്റ് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC എക്സാംസ് ഒക്കെ നോക്കുന്നവർക്ക് ഇപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു കാണും. അവരവരുടെ പ്രൊഫൈലില് PWD ഡിപ്പാർട്ട്മെന്റിലേക്ക് അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രോണിക്സ് വിഭാഗത്തിലേക്ക് ഉദ്യോഗാർത്ഥികളെ വിളിച്ചിട്ടുണ്ട്. ജൂൺ 19 വരെയാണ് നമുക്ക് PSCയുടെ പ്രൊഫൈൽ വഴി നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിന്റെ ക്വാളിഫിക്കേഷൻ അവർ പറയുന്നത് ബിടെക് ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് ഇൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 2 ഡിസിപ്ലിൻസിലുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ നല്ലൊരു കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ്. കൂടാതെ തന്നെ PSC നോക്കുന്നവർക്കും നല്ലൊരു അവസരവും കൂടിയാണ്. ഇത് ക്രാക്ക് ചെയ്യാന്ന് പറയുന്നത് ഈസി അല്ല. ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുന്നതാണ് ഏറ്റവും ഈസി ആയിട്ട് ഇതൊക്കെ ക്രാക്ക് ചെയ്യാനായിട്ടുള്ള വഴി. അപ്പം നമുക്ക് കൂടുതൽ സമയം കളയണ്ട, നമുക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. അത് നമുക്ക് പഴയ സിലബസ് വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ഇന്നത്തെ ടോപ്പിക് ഇന്ന് നമുക്ക് കുറച്ച് ബേസിക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് മാറാം. ഇന്ന് നമുക്ക് മെഷീൻസ് എന്ന് പറഞ്ഞ ടോപ്പിക് ഇലക്ട്രിക്കൽ സിസ്റ്റത്തിനകത്ത് ഇലക്ട്രോണിക്സിന്റെ PWD ഇലക്ട്രോണിക്സ് പണ്ട് ഉള്ള ഒരു സിലബസിനകത്ത് നമ്മൾ നോക്കിയപ്പോൾ ഇലക്ട്രിക്കൽ മെഷീൻസ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക്ക് കണ്ടു. ആ ഇലക്ട്രിക്കൽ മെഷീൻസും വാസ്റ്റ് ആയിട്ട് തന്നെയാണ് അവർ സിലബസ് ഇട്ടേക്കുന്നത്. അതിനകത്ത് ട്രാൻസ്ഫോമർ ഉണ്ട്, അതുപോലെ തന്നെ DC മെഷീൻസ് ഉണ്ട്, AC മെഷീൻസ് ഉണ്ട്. ഈ ട്രാൻസ്ഫോമറിനകത്ത് തന്നെ സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമർ, 3 ഫേസ് ട്രാൻസ്ഫോമർ, ഓട്ടോ ട്രാൻസ്ഫോമർ സിലബസ് കാണുമ്പോഴത്തേക്ക് കുറെ ഉണ്ട് എന്ന്, പക്ഷെ പ്രോപ്പർ ഗൈഡൻസ് വെച്ചിട്ട് നമുക്ക് ഇതെല്ലാം ഈസി ആയിട്ട് മെമ്മറൈസ് ചെയ്യാനും ഈസി ആയിട്ട് പഠിക്കാനും പറ്റുന്ന ടോപ്പിക്സ് ആണ്. അതിനകത്ത് ആദ്യം തന്നെ നമുക്ക് ബേസിക്സിൽ നിന്ന് തുടങ്ങാം. അപ്പം സിംഗിൾ ഫേസ് ട്രാൻസ്ഫോമറിന്റെ ഇക്വലന്റ് സർക്യൂട്ട്, ഫേസർ ഡയഗ്രാം, ടെസ്റ്റിംഗ്, റെഗുലേഷൻ ആൻഡ് എഫിഷ്യൻസി, ഇതെല്ലാമാണ് പണ്ടത്തെ സിലബസിനകത്ത് ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത്. ഇതെല്ലാം നമുക്ക് ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് കവർ ചെയ്ത് മുന്നോട്ട് പോകാം, പഠിച്ചു തുടങ്ങാം. അപ്പൊ ട്രാൻസ്ഫോമർ, അപ്പം ബോത്ത് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സിനും ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. നമുക്ക് ഡിസ്ട്രിബ്യൂഷനകത്തും ട്രാൻസ്മിഷനകത്തും നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ഉപയോഗിക്കും. എന്നാൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സിനെ കേസ് വരുമ്പോഴത്തേക്ക് നമ്മുടെ പവർ അഡാപ്റ്റേഴ്സിനകത്തും ഓരോ ട്രാൻസ്ഫർ ഓഫ് പവർ എനർജി ആവശ്യമുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐസൊലേഷൻ വേണമെങ്കിൽ ഇതിനെല്ലാം നമ്മൾ ട്രാൻസ്ഫോമർ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ട്രാൻസ്ഫോമർ? അപ്പം എന്താണ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമർ നമുക്ക് കേട്ടിട്ടുണ്ട്, സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് കേട്ടിട്ടുണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിക്കും ട്രാൻസ്ഫോമറിനകത്ത് എന്താണ് സംഭവിക്കുന്നത്? അപ്പൊ ശരിക്കും ട്രാൻസ്ഫോമറിന് നമുക്ക് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിൽ വരേണ്ടത് വോൾട്ടേജ് ഒന്നെങ്കിൽ കൂട്ടുക അല്ലെങ്കിൽ വോൾട്ടേജ് ഒന്നെങ്കിൽ കുറയ്ക്കുക. ഇപ്പൊ നമ്മുടെ വോൾട്ടേജ് കൂട്ടുവാണെങ്കിൽ അതിനെ നമുക്ക് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്ന് പറയാം. അല്ല, വോൾട്ടേജ് നമ്മുടെ കുറയ്ക്കുവാണെങ്കിൽ അതിനെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയാം. അപ്പം ഓർക്കും വോൾട്ടേജ് മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ. അല്ല, നമുക്ക് ഇതിന്റെ കറണ്ടിന്റെ ബേസിസിലും ഈ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനെയും സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിനെയും പറയാം. ഇപ്പൊ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആണെങ്കിൽ അതിനകത്ത് കറണ്ടിനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആണെങ്കിൽ കറണ്ടിനെ കൂട്ടുകയാണ് ചെയ്യുന്നത്. നേരെ റിവേഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ രണ്ട് പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്? വോൾട്ടേജും കറണ്ടും ഒന്നെങ്കിൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യും അല്ലെങ്കിൽ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എന്നാൽ ഇതിനകത്ത് വരുന്ന എനർജി ട്രാൻസ്ഫർ ഈക്വൽ ആയിട്ടിരിക്കും. എന്ന് പറഞ്ഞാൽ ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും സെയിം ആയിട്ടിരിക്കണം. നമുക്ക് പുതിയതായിട്ട് അവിടെ എനർജി ഒന്നും ആരും ക്രിയേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് വരുന്ന ആ എനർജീനെ വേറൊരു ഫോമിലാക്കി നമ്മുടെ സെക്കൻഡറിയിലേക്ക് കൊടുക്കും. അതാണ് ട്രാൻസ്ഫോമറിന്റെ മെയിൻ ഒരു പർപ്പസ് എന്ന് പറയുന്നതും. അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക പോലും ചില സമയത്ത് നമുക്ക് രണ്ട് സർക്യൂട്ട് തമ്മിൽ ഐസൊലേറ്റ് ചെയ്യണം, അതിനും നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ആ വോൾട്ടേജിനോ കറണ്ടിനെയോ ചേഞ്ച് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഐസൊലേഷൻ എന്നുള്ള ഒരു മീനിങ്ങില് നമ്മൾ ട്രാൻസ്ഫോമേഴ്സിനെ ഉപയോഗിക്കുന്നു. അപ്പം ഇങ്ങനെ പല യൂസസ് ഉണ്ട് ട്രാൻസ്ഫോമേഴ്സിന്. അപ്പൊ അതിനകത്ത് ഒരു യൂസ് ആണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയിട്ട് ഉപയോഗിക്കുക, അടുത്ത യൂസ് ആണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയിട്ട് ഉപയോഗിക്കുക. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി കാണും എന്താണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിനും എന്താണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്നിട്ട്. അപ്പൊ നമ്മൾ വോൾട്ടേജ് അല്ലെ കറണ്ട് വേരി ചെയ്യുന്നു. എന്താണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്നത്?
keeping the input and output power of the system equal. ഇത് എപ്പോഴും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്തൊക്കെയാണ് കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്നത്? നമ്മൾ പവർ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് ഫ്രീക്വൻസി. ഫ്രീക്വൻസി നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്യുന്നില്ല. ഫ്രീക്വൻസി റിമെയിൻസ് കോൺസ്റ്റന്റ്. 50 ഹെർട്സ് ഫ്രീക്വൻസി ആണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ ഔട്ട്പുട്ടിൽ 50 ഹെർട്സ് ഫ്രീക്വൻസി തന്നെ ഉണ്ടായിരിക്കും. അപ്പം ഈ ട്രാൻസ്ഫോമറിനെ നമുക്ക് പറയാം വോൾട്ടേജ് കൺട്രോൾ ഡിവൈസ് ആണ്. യൂസ്ഡ് widely in distribution and transmission of alternating current power ആണ്. ഇതിന്റെ ഐഡിയ ആർക്കാണ് ആദ്യം ഉണ്ടായത്? മൈക്കൽ ഫാരഡേ. ഫാരഡേസ് ലോസ് നമ്മൾ ഇൻഡക്ഷന്റെ പഠിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഇൻഡക്ഷന്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് തന്നെയാണ് ട്രാൻസ്ഫോമർ തുടങ്ങിയിരിക്കുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ഡിസ്കസ് ബൈ മൈക്കൽ ഫാരഡേ തന്നെയാണ്. ആൻഡ് the general purpose of using transformer was to maintain a balance between electricity that was generated at very high voltage and consumed, which can be done at very low voltage. അപ്പൊ അങ്ങനെ ഒരു വോൾട്ടേജ് ചേഞ്ച് വേണം എന്നൊരു ആവശ്യം വന്നപ്പോഴാണ് ട്രാൻസ്ഫോമറിന്റെ പർപ്പസ് അവിടെ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ട്രാൻസ്ഫോമറിന്റെ പർപ്പസ് പഠിച്ചു. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ എന്താണ് ചെയ്യുന്നതെന്ന് പഠിച്ചു. ഏതൊക്കെ ക്വാണ്ടിറ്റി ആണ് വേരി ചെയ്യുന്നതെന്ന് പഠിച്ചു. ഏതൊക്കെ ക്വാണ്ടിറ്റി ആണ് അതിനകത്ത് കോൺസ്റ്റന്റ് ആക്കി വെച്ചേക്കുന്നതെന്നും പഠിച്ചു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ട്രാൻസ്ഫോമർ എന്തൊക്കെയുണ്ട് എന്ന് പഠിക്കാം. അപ്പൊ ട്രാൻസ്ഫോമറിനകത്ത് ബേസിക്കലി 2 കോയിൽസ് ആണ് ഉള്ളത്. ഒരു കോയില് പ്രൈമറി കോയിൽ എന്ന് പറയും, അടുത്ത കോയില് സെക്കൻഡറി കോയിൽ എന്ന് പറയും. അപ്പൊ ഈ പ്രൈമറി കോയിലിനകത്തോട്ട് നമ്മൾ എനർജിയെ സപ്ലൈ ചെയ്യും. ഈ എനർജി ട്രാൻസ്ഫർ ചെയ്യും ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ആയിട്ട്. എന്ന് പറഞ്ഞാൽ ഈ കറണ്ട് ഇതിനകത്ത് കൂടെ കോയിൽ കൂടെ പാസ് ചെയ്ത് അങ്ങനെ കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് എവിടെയാണ് ഉണ്ടാവുന്നത്? കോറിനകത്താണ് ഉണ്ടാവുന്നത്. ഈ കോറിന് ആരുമായിട്ട് ലിങ്ക് ചെയ്തേക്കാണ്? ഒരു സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്തേക്കുവാണ്. ഈ സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് ഈ ഫ്ലക്സ് സെക്കൻഡറി കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് കൊണ്ട് സെക്കൻഡറി സർക്യൂട്ടിനകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നോ ഇന്റേണൽ മൂവിങ് പാർട്സ് ആണ്. ഇതിനകത്ത് മൂവിങ് ആയിട്ടൊരു പാർട്ടും ഇല്ല. അതിനകത്ത് ആകെ അതിനെ ബന്ധിപ്പിക്കുന്ന ഒരു സാധനം എന്ന് പറയുന്നത് ട്രാൻസ്ഫോമറിന്റെ കോറാണ്. അപ്പൊ ഇവര് ശരിക്കും ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്. ഈ സർക്യൂട്ട് ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ആണ്, എന്നാൽ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ആണ്. അപ്പൊ ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് ഈ പവർ ട്രാൻസ്ഫർ ഇവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എനർജി ട്രാൻസ്ഫർ എന്ന് പറയാം. ഇപ്പൊ നമ്മൾ ബേസിക്സ് പഠിച്ചു. അപ്പൊ നമുക്ക് പറയാം ട്രാൻസ്ഫോമർ എന്താണ്? ഒരു സ്റ്റാറ്റിക് ഡിവൈസ് ആണ്, സ്റ്റേഷനറി ആണ്, മൂവിങ് പാർട്സ് ഒക്കെ ഏറ്റവും മിനിമം ആണ്. അതുകൊണ്ട് ഇങ്ങനത്തെ മൂവിങ് പാർട്സോ അങ്ങനത്തെ അതിനെ റിലേറ്റ് ചെയ്ത ലോസസോ ഒക്കെ വളരെ കുറവായതുകൊണ്ട് ഈ ട്രാൻസ്ഫോമറിന്റെ എഫിഷ്യൻസി എപ്പോഴും ഒരു 98-ന് മുകളിലായിരിക്കും. അതിന് മൂവിങ് പാർട്സ് ഇല്ല, വേറെ ആൻഡയർ ഇല്ല, ഫ്രിക്ഷൻ ഇല്ല, വിൻഡേജ് ലോസ് ഇല്ല, അങ്ങനെ ഒരു കുറെ ഫാക്ടേഴ്സ് ഇല്ലാത്തത് കൊണ്ട് അതിന് സ്റ്റാറ്റിക് ഡിവൈസ് ആണ്. അതുപോലെ തന്നെ ഹൈലി എഫിഷ്യന്റ് ഡിവൈസ് ആണ്. ഏത് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് പോയി വർക്ക് ചെയ്യുന്നത്? നമ്മൾ പഠിച്ചു ഫാരഡേസ് ലോ ഓഫ് ഇൻഡക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യുന്നതെന്ന്. അപ്പൊ ഇൻഡക്ഷൻ വെച്ചിട്ട് ഏതാണ്? കറണ്ട് ഒരു കോയിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ മാഗ്നറ്റിക് ഫീൽഡ് വേറൊരു കോയിലുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ ആ കോയിലിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദ ട്രാൻസ്ഫോമർ ലിങ്കിങ് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. Does this linking together two or more electric circuit using a common oscillating magnetic circuit which is produced by the transformer itself. അപ്പൊ ഏത് പ്രിൻസിപ്പിൾ? ഇത് എപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, അങ്ങനെ കുറെ വേർഡ്സ് ഇടുമ്പോഴത്തേക്ക് നമുക്ക് അറിയാവുന്നത് പോലും നമുക്കൊരു കൺഫ്യൂഷൻ വരും. അതാണ് പ്രശ്നം വരുന്നത്. സോ നമ്മൾ പഠിക്കുന്നത് നമുക്ക് തറവായിട്ട് പഠിച്ചു പോകാം. അപ്പൊ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വെച്ചിട്ട് നമുക്ക് ട്രാൻസ്ഫോമറിന്റെ ബേസിക് ഓപ്പറേഷൻ നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്
അപ്പം നമ്മൾ പഠിച്ചു ഇതൊന്നെങ്കിൽ ഇൻക്രീസ് ചെയ്യാം, ട്രാൻസ്ഫോമർ വെച്ചിട്ട് നമുക്ക് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യാം, കറണ്ട് ഇൻക്രീസ് ചെയ്യാം, കറണ്ടിനെ കുറയ്ക്കാം, എന്ത് വേണേലും ചെയ്യാം. അപ്പൊ ഇതിന് കുറച്ചും കൂടെ നമുക്ക് എന്ത് ഇക്വലന്റ് സർക്യൂട്ട് ഒക്കെ പഠിക്കണം എന്നാണ് സിലബസിൽ പറഞ്ഞേക്കുന്നത്. അപ്പം അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക്സ് പഠിക്കാം. നോർമലി ഈ ട്രാൻസ്ഫോമറിനെ സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ ഒരു പ്രൈമറി കോയിൽ ഉണ്ട്. നമ്മളിപ്പോൾ ഓൾറെഡി അതിന്റെ കമ്പോണൻസ് പഠിച്ചു. ഒരു പ്രൈമറി കോയിൽ ഉണ്ട്, ഒരു സെക്കൻഡറി കോയിൽ ഉണ്ട്, അതിനെ ലിങ്ക് ചെയ്യാൻ ഒരു കോറും ഉണ്ട്. ഇത്രയും സാധനങ്ങളെ ട്രാൻസ്ഫോമറിനെ ഉള്ളൂ. അപ്പൊ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് എന്താണ്, ഒരു പ്രൈമറി കോയിൽ, ഒരു സെക്കൻഡറി കോയിൽ. ഇതിനെ ഡിനോട്ട് ചെയ്യാനായിട്ട്, കോറിനെ ഡിനോട്ട് ചെയ്യാനായിട്ട് 2 വര. അല്ല, നമ്മുടെ സിംഗിൾ ലൈൻ ഡയഗ്രാംസ് ആണ് വരയ്ക്കുന്നതെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോമറിന്റെ സിമ്പിൾ ഇങ്ങനെയാണ്, 2 വട്ടം. ഓക്കെ. അപ്പം നമ്മൾ ബേസിക്കലി ഫസ്റ്റ് വരുന്ന വൈൻഡിങ്ങിനെ പ്രൈമറി വൈൻഡിങ് എന്നും അതർ കോയിലിനെ സെക്കൻഡറി വൈൻഡിങ് എന്നുമാണ് പറയുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. വോൾട്ടേജ് അല്ലെ കറന്റ് ലെവൽസ് ആണ് കൂടുകയോ കുറയോ ചെയ്യുന്നത് വിത്തൗട്ട് ദ മോഡിഫിക്കേഷൻ ഓഫ് ഫ്രീക്വൻസി or the amount of power with which it is transferred from one coil to another. Okay. അപ്പം ട്രാൻസ്ഫോമർ പഠിച്ചു, അതിന്റെ കമ്പോണൻസ് എല്ലാം പഠിച്ചു. ഓക്കെ. ഇനി ഇതിനകത്ത് കൺസ്ട്രക്ഷൻ ഡീറ്റെയിൽസിനകത്തോട്ട് നമുക്ക് ഇച്ചിരി ഒന്ന് ഇറങ്ങി നോക്കാം. എന്ന് പറഞ്ഞാൽ എന്തിനാണ് ആ കോർ അങ്ങനെ വെച്ചേക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് PSCക്കകത്ത് ചോദിക്കാറുണ്ട്. എന്തിനാണ് നോർമലി ട്രാൻസ്ഫോമർ കോറുകൾ നിർമ്മിക്കുന്നത്? സോഫ്റ്റ് അയൺ കോർ വെച്ചിട്ടാണ് നിർമ്മിക്കുന്നത്. എന്തിനാണ് സോഫ്റ്റ് അയൺ കോർസ് ഉപയോഗിക്കുന്നത്? നമ്മുടെ ഹിസ്റ്ററിസിസ് ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അപ്പൊ സോഫ്റ്റ് അയണിന്റെ ഒരു ബ്ലോക്ക് എടുത്ത് വെച്ചിട്ട് അതിന്റെ 2 കമ്പയില് 2 ഇൻഡംസില് നമ്മൾ വൈൻഡിങ്സ് വെക്കുവാണോ? അല്ല, അത് കോർ ഉണ്ടാക്കുന്നത് തന്നെ ലാമിനേറ്റഡ് ഷീറ്റ്സ് വെച്ചിട്ടാണ് ആ കോർ തന്നെ നിർമ്മിക്കുന്നത്. ഇനി എന്തിനാണ് ലാമിനേറ്റഡ് കോർസ് ഉപയോഗിക്കുന്നത്? എഡി കറണ്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. എന്തിനാണ് ലാമിനേഷൻസ് വെക്കുന്നത്? എഡി കറണ്ട് മിനിമൈസ് ചെയ്യാനായിട്ട്. എന്തിനാണ് നല്ല ഒരു അയൺ കോർ, സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത്? ഹിസ്റ്ററിസിന്റെ ലോസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല മെറ്റീരിയൽ ഉള്ള, നല്ല പ്രോപ്പർട്ടി ഉള്ള, പെർമിയബിലിറ്റി പ്രോപ്പർട്ടി ഒക്കെ ഉള്ള നല്ല മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പം ഇവർ തമ്മിൽ 2 കോയിൽസ് ആർ നോട്ട് ഇലക്ട്രിക്കലി കണക്റ്റഡ്. ഇലക്ട്രിക്കലായിട്ട് അവർ കണക്റ്റഡ് അല്ല, പക്ഷേ ഇറ്റ് ഈസ് റാപ്പ് ടുഗെദർ. എന്തിനാണ് ഇങ്ങനെ റാപ്പ് ചെയ്ത് ടുഗെദർ ആയിട്ട് റാപ്പ് ചെയ്തേക്കുന്നത്? ഇവര് തമ്മിൽ ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാക്കുന്നുണ്ട്. ഈ ഫ്ലക്സിനെ മൊത്തം ആ സെക്കൻഡറി കോയിലിൽ എത്തിക്കണം. അതിന്റെ ഇടയ്ക്ക് ഈ ഫ്ലക്സ് ഒന്നും ലീക്കായി പോകരുത്, അല്ലെങ്കിൽ എസ്കേപ്പ് ആവരുത്. അതിനെ എന്തെന്ന് പറയുന്നേ? ലീക്കേജ് ഫ്ലക്സ്. ഈ ലീക്കായി പോകുന്ന ഈ ലീക്കേജ് ഫ്ലക്സിനെ ഏറ്റവും കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇവരെപ്പോഴും റാപ്ഡ് ടുഗെദർ ആണ്. പ്രോപ്പർ ആയിട്ട് ഇൻസുലേഷൻ കൊടുത്തിട്ട് റാപ്പ് ടുഗെദർ ടു ഹാവ് എ ക്ലോസ്ഡ് മാഗ്നറ്റിക് അയൺ സർക്യൂട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതിനെ റാപ്പ് ചെയ്തേക്കാണ്. അപ്പൊ എന്ത് കുറയ്ക്കാനായിരുന്നു? ലീക്കേജ് ഫ്ലക്സ്. ഓക്കെ. അപ്പൊ സോഫ്റ്റ് അയൺ എന്തിനാണ് ഉപയോഗിക്കുന്നത് നമ്മൾ പഠിച്ചു. ഇൻഡിവിജ്വലി ലാമിനേറ്റഡ് കണക്ഷൻസ് ആണ് ഈ കോർ ഉപയോഗിക്കാനായിട്ട്. ഇനി അടുത്തത് പോയിന്റ്, പ്രൈമറി ആൻഡ് സെക്കൻഡറി വൈൻഡിങ്സ് ആർ ഇലക്ട്രിക്കലി ഐസൊലേറ്റഡ് ഫ്രം ഈച്ച് അതർ, ആർ മാഗ്നറ്റിക്കലി ലിങ്ക്ഡ് ത്രൂ എ കോമൺ കോർ അലോയിങ് ഇലക്ട്രിക്കൽ പവർ ട്രാൻസ്ഫർ. ഓക്കെ. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ട്രാൻസ്ഫോമർ എന്താണെന്നൊക്കെ ഒരു ഓർമ്മ വന്നു കാണും. അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ കോർ എന്താണെന്നുള്ള ഒരു ഐഡിയ കിട്ടിക്കാണ്. എന്തിനാണ് ഓരോ കമ്പോണന്റും നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് അതുപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മൾ എന്തിനു വേണ്ടിയിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. ഇത് തന്നെ ഈ കോർ തന്നെ പല ഷേപ്പിലുണ്ട്. അതനുസരിച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സും ഉണ്ട്. ഇതെങ്ങനെ റാപ്പ് ചെയ്യുന്നു എന്നനുസരിച്ചും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഇങ്ങനെ സാൻഡ്വിച്ച് ചെയ്താണോ, അങ്ങനെ അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് അങ്ങനെയാണ് ഉണ്ടാവുന്നത്. ഓക്കെ. ഇനി ഇതിന്റെ ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ പഠിച്ചു ട്രാൻസ്ഫോമറിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഒരു കറണ്ട് ഒരു കോയിലിൽ കൂടെ പാസ് ചെയ്യുന്നു. ആ കോയില് ശരിക്കും മൗണ്ട് ചെയ്തേക്കുന്നത് ഒരു ട്രാൻസ്ഫോമർ കോറിന്
ഒരു ലിംബിലും വേറൊരു കോയില് അതിന്റെ അടുത്ത ലിംബിലും വൗണ്ട് ചെയ്തിട്ടുണ്ട്, സെക്കൻഡറി ലിംബിലും. ആൻഡ് ഈ പ്രൈമറി സപ്ലൈ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് സംഭവിക്കും, അതിനകത്ത് കൂടെ കറണ്ട് പാസ് ചെയ്ത് ഫ്ലക്സ് ഉണ്ടാവും. ഈ ഫ്ലക്സ് ട്രാൻസ്ഫോമർ കോർ വഴി നമ്മുടെ സെക്കൻഡറി ആയിട്ട് ലിങ്ക് ചെയ്യും. ഈ സെക്കൻഡറി ഫ്ലക്സിനകത്തിരിക്കുന്ന ഒരു കോയില് അതിനകത്ത് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പം ചില കേസിൽ ഐസൊലേറ്റഡ് ആയിട്ടിരിക്കും. എന്ത്, നമ്മുടെ ട്രാൻസ്ഫോമറിനെ ഐസൊലേറ്റ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനത്തെ ട്രാൻസ്ഫോമേഴ്സിനെയാണ് പറയുന്നത്, സോറി, ചില സർക്യൂട്ട്സിൽ നമ്മൾ ട്രാൻസ്ഫോമർ ഉപയോഗിക്കും. അതിന്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഐസൊലേഷൻ മാത്രം. ഐസൊലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ തമ്മിലുള്ള ആ ബന്ധം കട്ട് ചെയ്യുക എന്നത് മാത്രമാണ് അവരുടെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പറയാം ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ ടേൺസ് റേഷ്യോ, അതിന്റെ പുതിയൊരു പേര് അല്ലെ, ടേൺസ് റേഷ്യോ എന്താണ്, 1:1 ആണ്. നോ വോൾട്ടേജ് കൂടുകയോ അല്ലെങ്കിൽ നോ വോൾട്ടേജ് കുറയുകയോ ചെയ്യത്തില്ല. ആ വരുന്ന വോൾട്ടേജിനെ അപ്പുറത്തോട്ട് വിടുക. ഇലക്ട്രിക്കൽ ലിങ്ക് ഒഴിവാക്കി മാഗ്നറ്റിക്കലി പവറിനെ ട്രാൻസ്ഫർ ചെയ്യുക എന്നത് മാത്രമാണ് ഈ ഐസൊലേഷൻ ട്രാൻസ്ഫോമേഴ്സിന്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പൊ ഐസൊലേഷൻ ട്രാൻസ്ഫോമറിന്റെ ടേൺസ് റേഷ്യോ 1:1 ആണ്. നമുക്കപ്പോ ടേൺസ് റേഷ്യോ എന്താണെന്ന് പഠിക്കണം. അത് നമുക്ക് ഈ വരുന്ന സ്ലൈഡ്സിൽ പഠിക്കാം. അപ്പൊ അങ്ങനെ ഐസൊലേഷൻ ട്രാൻസ്ഫോമർ ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ് ആണ്. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്, അതും ഒരു ടൈപ്പാണ്. അതിന്റെ ഡിസൈൻ മാക്സിമം എഫിഷ്യൻസി എപ്പോഴും കിട്ടുന്ന രീതിയിലുള്ള ട്രാൻസ്ഫോമർ ആണ്. എന്നാൽ പവർ ട്രാൻസ്ഫോമേഴ്സ് എന്ന് പറഞ്ഞാൽ വേറെ ജനറേഷന് വേണ്ടിയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഓരോന്നിനും ഓരോരോ സ്പെഷ്യാലിറ്റി ഉണ്ട്. അങ്ങനെ പല ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ആ ഒരു ലൈനിലും ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് ഓരോന്നായിട്ട് ഫർദർ ഉള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ അതിന്റെ ഓപ്പറേഷനും പഠിച്ചു. എന്താണ് ഐസൊലേഷൻ ട്രാൻസ്ഫോമറും പഠിച്ചു, ഓപ്പറേഷനും പഠിച്ചു. അപ്പൊ നമ്മൾ പഠിച്ച ടേൺസ് റേഷ്യോ എന്താണ്? ടേൺസ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രൈമറിയിലുള്ള വൈൻഡിങ്ങും സെക്കൻഡറിയിലുള്ള വൈൻഡിങ്ങും തമ്മിലുള്ള ഒരു റേഷ്യോയിനെയാണ് പറയുന്നത് ടേൺസ് റേഷ്യോ എന്ന്. ഇറ്റ്സ് ബേസിക്കലി എ ലീനിയർ ഡിവൈസ് ആയതുകൊണ്ട് തന്നെ ratio between the number of primary coil divided by the number of turns of secondary coil, NP divided by NS is equal to turns ratio. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു ടേൺസ് റേഷ്യോ ഓഫ് ഐസൊലേഷൻ ട്രാൻസ്ഫോമർ 1:1 ആണ് എന്ന് പറഞ്ഞാൽ ഈക്വൽ നമ്പർ ഓഫ് കോയിൽസ് ആയിരിക്കും അതിന്റെ രണ്ട് സൈഡിലുള്ളത്. neither voltage nor current is stepped up or stepped down. ആ വരുന്നത് അതേപടി അപ്പുറത്തോട്ട് പോകുന്നു. ഓക്കെ, ഐസൊലേഷന് വേണ്ടി മാത്രം നിർമ്മിച്ചേക്കുന്ന ട്രാൻസ്ഫോമർ അല്ല. ഇപ്പൊ നമ്മുടെ ടേൺസ് റേഷ്യോ 1:3 ആണ്. 1:3 ആണ് ടേൺസ് റേഷ്യോ എങ്കിൽ എങ്ങനെ നമുക്ക് എഴുതാം? ടേൺസ് റേഷ്യോ NS equal to 3 times NP. അപ്പം 3 times NPയുടെ നമ്പർ ഉണ്ടായിരിക്കും. NS സെക്കൻഡറി കോയിൽസ് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു പ്രൈമറി കോയിൽസ്. അപ്പൊ ഈ ടേൺസ് റേഷ്യോയ്ക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ഉണ്ട്. ടേൺസ് റേഷ്യോ NP divided by NS. ഈ റേഷ്യോ എപ്പോഴും കീപ്പ് ചെയ്യും. NP divided by NS equal to VP divided by VS equal to IS divided by IP. ഓക്കെ, അപ്പം ഇപ്പം നമ്മളിപ്പോ പറഞ്ഞു NS equal to 3 ടേൺസ് റേഷ്യോ 1:3 ആണെന്ന്. അപ്പൊ നമ്മുടെ പ്രൈമറി, ഇനി വോൾട്ടേജിന്റെ കേസ് വെച്ചിട്ട് ഇതൊന്ന് എഴുതി നോക്കിക്കേ. അപ്പൊ VS equal to 3 times VP ആണ്. പ്രൈമറി കറണ്ടിനേക്കാൾ 3 ഇരട്ടിയായിരിക്കും സെക്കൻഡറിയിലുള്ള കറണ്ട്. ഇത് ശരിക്കും അപ്പം 1:3 എന്ന് പറയുന്നത് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസ് ആണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ടേൺസ് റേഷ്യോ വെച്ചിട്ട് ഈ ഒരു ട്രാൻസ്ഫോമർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുവാണോ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുവാണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം കുറച്ച് പാരാമീറ്റേഴ്സ് ഒക്കെ കൊടുത്ത് ഈ ടേൺസ് റേഷ്യോ മിക്കവാറും നമുക്ക് തരുന്നതായിരിക്കും. അപ്പൊ അതൊക്കെ വെച്ചിട്ട് നമ്മളോട് പറയും കറണ്ട് കണ്ടുപിടിക്കുക, വോൾട്ടേജ് കണ്ടുപിടിക്കുക, നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ ട്രാൻസ്ഫോമർ റേഷ്യോ അല്ലെ ടേൺസ് റേഷ്യോ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇറ്റ്സ് എ റേഷ്യോ ഓഫ് പ്രൈമറി കോയിൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേൺസ് ഓഫ് സെക്കൻഡറി കോയിൽ. ടേൺസ് റേഷ്യോ കോമൺലി നോൺ ആസ് ടേൺസ് റേഷ്യോ ട്രാൻസ്ഫോമർ റേഷ്യോന് തന്നെയാണ്. ദിസ് വാല്യൂ ഇൻഡിക്കേറ്റ്സ് ദ ഓപ്പറേഷൻ ഓഫ് ദ ട്രാൻസ്ഫോമർ ആൻഡ് ദ കറസ്പോണ്ടിങ് വോൾട്ടേജ് അവൈലബിൾ ഓൺ ദ സെക്കൻഡറി വൈൻഡിങ്. ഈസി ആയിട്ട് നമുക്ക് വോൾട്ടേജും കറണ്ടും നമുക്ക് പറയാൻ പറ്റും ആസ് കമ്പയർഡ് ടു സെക്കൻഡറി ഓർ പ്രൈമറി. ഓക്കെ,
അപ്പം ഇന്നത്തെ സെഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം ഇതുപോലത്തെ ക്ലാസ്സുകൾ ഇനിയും നമ്മുടെ ഏണസ്റ്റിന്റെ അക്കാഡമിയുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിനെ കൂടുതൽ അപ്ഡേറ്റ്സും അതുപോലെ തന്നെ ഇത് ഇതുപോലത്തെ ക്ലാസ്സുകളും കൂടുതൽ അവൈലബിൾ ആയിരിക്കും. ഇനി കൂടുതലായിട്ട് ഈ കോഴ്സുകളിൽ നമ്മുടെ PSC കോഴ്സുകളിൽ ജോയിൻ ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന ഫോം ഒന്ന് ഫിൽ ചെയ്താൽ മതി. അപ്പം അതിന്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുന്നതായിരിക്കും. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഇതുപോലത്തെ കൂടുതൽ ക്ലാസ്സുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമുക്ക് കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെഷൻ വെച്ചിട്ട് കുറച്ചെങ്കിലും പഠിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ യുവർ ടൈം.